പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു, ദാഹിച്ചു വലഞ്ഞ ജനം മോശയോട് ശണ്ട കൂടുകയും പിറുപിറുക്കുകയും ചെയ്യുന്നത്. മോശയോട് ദൈവം പറഞ്ഞു, പുറപ്പാട് 17:6, ഇതാ നിനക്ക് മുൻപിൽ ഹോറേബിലെ പാറമേൽ ഞാൻ നിൽക്കും. നീ പാറമേൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ദൈവം കൽപ്പിച്ചതുപോലെ മോശയെ അടിച്ചു, ജലം പുറപ്പെട്ടു. യഥാർത്ഥത്തിൽ അടികൊണ്ടത് പാറമേലല്ല, പാറമേൽ നിന്ന് ദൈവത്തിനാണ്. അവിടുത്തെ ഹൃദയത്തിൽ നിന്നാണ് ജലം പുറപ്പെട്ടത്. അതുകൊണ്ടാണ് യോഹന്നാൻ 7:37-38 നാം ഇങ്ങനെ വായിക്കുക: യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈ ജീവജലം പരിശുദ്ധാത്മാവാണ്, ദൈവവചനമാണ്. വിശ്വസിക്കുന്നവർ ഭൂമിയിൽ ജീവജലത്തിൻ്റെ അരുവിയായി മാറുന്നു. സുവിശേഷത്തിൽ നാം കാണുന്ന സമരിയാക്കാരിയും മഗ്ദലന മറിയവും തലമുറകൾക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും അരുവിയായി തീർന്നു. ഐസയാസ് 12:3, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഈ ജീവജലം സന്തോഷത്തോടെ സ്വീകരിച്ച് ദാഹാർത്ഥമായ ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്ന അരുവികളായി നമുക്കും മാറാം. എസെക്കിയേൽ 47 ദേവാലയത്തിൻ്റെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന നദിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 47:9 പറയുന്നു, നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. ഈശോയാണ് ഈ പുതിയ ദേവാലയം. പുതിയ ജീവൻ നിർഗളിക്കുന്ന അരുവിയുടെ ഉറവിടം ഈശോയുടെ തിരുഹൃദയമാണ്. ഈ പുതിയ ജീവൻ ഇന്ന് സഭയിൽ നമുക്ക് ലഭിക്കുന്നത് മാമോദിസായിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയുമാണ്. ഈ കൂദാശകളിലൂടെ സഭയോടും ഈശോയുടെ ഹൃദയത്തോടും ചേർന്ന് നിൽക്കുന്നവരിൽ ജീവൻ നിറഞ്ഞു നിൽക്കും. മൃതിയുടെ ലോകത്തിൽ ജീവന്റെ സുവിശേഷമായി തീരാൻ ഈശോയുടെ ഹൃദയത്തോട് നമുക്കും ചേർന്ന് നിൽക്കാം.